فهلله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ കരീമായ മാന്യനായ യജമാനനായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നിന്റെ സാധുക്കളായ ഫഖീറായ അടിമകളാണ്. ഞങ്ങൾക്കിടയിൽ നീ മറവക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ അമലുകൾ മുഴുവനും സ്വീകരിക്കണേ അല്ലാ. കരീമായ വദൂദായ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ അമലുകൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലുകളാക്കണേ അല്ലാ. നിന്റെ നാമം ഉച്ചരിച്ച് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. പോരായ്മകൾ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് മദനീയ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ, 10,000 വരുന്ന വീടുകളിൽ ഒരുമിച്ച് കൂടിയ മുത്തുമൂമിനീങ്ങളെ, മുത്തുമൂമിനാത്തുകളെ നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ അറിയുന്നുണ്ടല്ലോ അല്ലാ. അവരുടെ പേരും നാടും വീടും മുറാദും കൽബുമെല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. നീ വദൂദാണല്ലോ, കരീമാണല്ലോ, മാന്യനാണല്ലോ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ടല്ലോ, വീടില്ലാത്തവരുണ്ടല്ലോ, ജോലിയില്ലാത്തവരുണ്ടല്ലോ, വിവാഹപ്രായമായവരുണ്ടല്ലോ, കടങ്ങളിൽ കുടുങ്ങിയവരുണ്ടല്ലോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലോ, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, വ്യത്യസ്തങ്ങളായ നാടുകളിൽ വ്യത്യസ്തങ്ങളായ മാതാപിതാക്കളുടെ വ്യത്യസ്തരായ മക്കളെ, കുടുംബങ്ങള്, വേണ്ടപ്പെട്ടവർ, ഞങ്ങളെ മദനീയ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെച്ചവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ, ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ, അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. എന്ത് നീയത്ത് ചെയ്തിട്ടാണോ ഓരോ നാടുകളിലെ ഓരോ വീടുകളിലിരുന്ന് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. വിഷമത്തിലാക്കല്ലേ അല്ലാ. പ്രയാസത്തിലാക്കല്ലേ അല്ലാ. വേദനയിലാക്കല്ലേ അല്ലാ. സർവത്തിനും പരിഹാരം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായ പ്രശ്നങ്ങള്, കുടുംബപരമായ പ്രശ്നങ്ങള്, സാമ്പത്തികമായ പ്രശ്നങ്ങള്, മാനസികമായ പ്രശ്നങ്ങള്, സർവത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാനെ. ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാന് നീ സംരക്ഷിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തിനും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ വർഷത്തെ പരിശുദ്ധമായ അറഫയുടെ മണ്ണിൽ മദനീയം കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, അവിടെ എത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന്റെ വാർത്തകൾ ഇന്നും കേട്ടിട്ടുണ്ട്. എല്ലാ വഴികളും നീ തുറക്കണേ റഹ്മാനെ. എല്ലാവർക്കും അല്ലാഹ് ഞങ്ങളെ കൂടെ ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ച മുഴുവൻ ആളുകൾക്കും അറഫയുടെ മണ്ണിൽ നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ റബ്ബേ. ഒരാളെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്.
വെറുതെയാക്കല്ലേ അല്ലാ. സർവ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. കരീമുർ റസൂലുള്ളാഹി വല്ലാഹു അക്രമോ. അല്ലാഹുവിന്റെ റസൂല് വലിയ കരീമല്ലേ, വലിയ മാന്യരല്ലേ. അല്ലാഹു വലിയ ബഹുമാനമുള്ളവനല്ലേ, വലിയ കരീമല്ലേ, മാന്യനല്ലേ. ഫഹൽ ഫഖീറും ബൈനൽ കരീമൈനി യുറമോ. പിന്നെ എങ്ങനെയാണ് കരീമായ രണ്ട് ആ വലിയ റബ്ബിന്റെയും മുത്തു റസൂലുള്ളാഹ് അവർ രണ്ടുപേരുടെയും ഇടയില് ഈ ഫഖീറായ നമ്മളെ എങ്ങനെയാണ് അല്ലാഹു തടയുക? രണ്ടുപേരും മാന്യനാണ്, കരീമാണ്. അല്ലാഹു കൊടുക്കുന്ന കൃപയാണ് മുത്തു റസൂലുള്ളാന്റെ വലിയ കരീമാണെന്ന് പറഞ്ഞത്. അല്ലാഹു കരീമാണ്, മാന്യനാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങളും കരീമാണ്. ആ കരീമായ മുത്തു റസൂലുള്ളാന്റെയും കരീമായ അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു അടിമയായ ഒരു ഫഖീറായ ഒരടിമ വേദനയോടെ, ഖേദത്തോടെ, ദുഃഖത്തോടെ, വിഷമങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവും മുത്തു റസൂലുള്ളാഹി തങ്ങളും നമ്മളെ എങ്ങനെയാണ് തട്ടിക്കളയുക? സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്.